ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ നീച്ചിട്ട് ഒരു ശാന്തമായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം തിരക്കേനി കേട്ടോ, കുട്ടികളെ സ്കൂളിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഒഴിവില്ലാത്തതേനി കേട്ടോ. അപ്പം ഇന്നലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പം ഇന്ന് പിന്നെ ഒരു സാവധാനത്തിൽ അങ്ങോട്ട് ആണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായയും കടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷ ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ഓൾക്ക് ഓണപരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഓൾക്ക് കുറച്ച് പൂവൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തും തൊടിയിലൊക്കെ എല്ലാം പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് ഈ ഒരു മഞ്ഞപ്പൂക്കൾ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. ഈ ചെടികൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ആളെ കല്യാണം കഴിച്ചാണ് കൊച്ചിക്കാണ് അത്രേ. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ആൾക്ക് നമ്മളെ നാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ്. മറ്റേ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ അധികം എപ്പോഴെങ്കിലൊക്കെ അല്ലേ പുറത്ത് പോകണതൊക്കെ കാണിച്ചല്ലുള്ളൂ. അപ്പം അങ്ങനെ കാണിച്ചപ്പോഴാണ് ഇത് പിന്നെ നാട്ടുകാരത്തെയാണല്ലോ എന്ന് മനസ്സിലായത് കേട്ടോ ആൾക്ക്. അപ്പം അങ്ങനെ പിന്നീട് ഒരു ദിവസം വന്നപ്പോൾ നമ്മളെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേനു. അപ്പോൾ ഇവിടെയുള്ള ചെടികൾ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടേനു. അപ്പോൾ എനിക്ക് കുറച്ച് ചെടികൾ ആളെ വീട്ടിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പം ആളെ വീട് ഇവിടെയാണ്, പക്ഷെ ആളെ കല്യാണം കഴിച്ചത് കൊച്ചിക്കാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെ വീട്ടിൽ ഇരുന്ന് നിൽക്കാൻ വന്നപ്പോൾ അങ്ങനെ കാണാൻ വന്നതേനി കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുവന്നതിൽ കുറച്ചൊക്കെ എൻ്റെ അടുത്തുള്ള സ്നേക്ക് പ്ലാന്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഓലയും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതായിരുന്നു. പക്ഷേ ഓല സ്നേഹത്തോടെ കൊണ്ടുവന്നിരുമ്പോൾ നമ്മളത് നിരസിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനത് ഇവിടെ ഉള്ള ചട്ടികളിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിലോ ഞാൻ കുറേ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ വിചാരിച്ച ഒരു ദിവസമാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കമൻസിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് ഉൾപ്പെടുത്തണേ താത്താന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന പൂവില്ലേ, ആ പൂവ് മക്കൾ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടിക്ക് വേറെ കുറച്ച് പൂവൊക്കെ അവിടുന്ന് പറിച്ചതൊക്കെ ഉണ്ടായിന്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ആ പൂക്കൾ വെച്ചിട്ട് നമ്മൾ കിച്ചണിലുള്ള ആ ഒരു പോട്ടം കിട്ട് അലങ്കരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കൈവേറി എന്നാരും കമൻറ്റ് ചെയ്താതിരുന്നാൽ മതിയായിരുന്നു. 2 ദിവസമായിട്ടേ സൈക്കിള് നേരെ ഓടിക്കൊണ്ട് നടന്നപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്പം തല കുത്തനെ ഇട്ട് ഈ രീതിയിലാണ് സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കല് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ക്യാമറ ഓണാക്കും ഓഫാക്കും ചെയ്തിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഇതിൽ പെട്ടത് കേട്ടോ. ആളിപ്പോൾ കുറച്ചൊക്കെ അന്തം വെച്ച് തുടങ്ങി. ഞാൻ ക്യാമറ ഇട്ട് വരുമ്പോഴത്തേന് ആൾ നീച്ച് പോകും കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കാണാതെടുത്തതേനി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, അത്തം കറുത്ത ഓണം വെളുക്കും കറക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞത് പ്രകൃതിക്ക് പറ്റിയില്ല തോന്നുന്നുണ്ട്. ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ മഴ തന്നെയാണ് കേട്ടോ. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ പുട്ടേനി കേട്ടോ. അപ്പോൾ ആ പുട്ട് വെന്ത പാടന്നെ ഞാൻ അത് തിളച്ചുകൊണ്ടിരിക്കല്ലേ ആ വെള്ളം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്തിരി സോപ്പും പൊടി ഇട്ട് നമ്മുടെ കിച്ചൺ ടവലുണ്ടല്ലോ, ആ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്, അത് ഞാൻ അതിലിട്ട് ചീനി കേട്ടോ. ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടാണ് അതിലിട്ട് അലക്കലാണ് കേട്ടോ. കാരണം നല്ല എണ്ണമയം ആവുമല്ലോ. അപ്പോൾ പിന്നെ ഭയങ്കര വൈക്കലേക്കാരം. ഇത് ആരെങ്കിലും തെന്നി വീക്കാനുണ്ടെങ്കിൽ അതൊന്നും എല്ലാം അവിടെ ഇട്ട് കൊടുത്താൽ മതി. പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീയും പോലെ വീയും കേട്ടോ. അപ്പം ഞാനത് വീഡിയോയിൽ കണ്ട പോലെയല്ല, നല്ലോണം ഉരത്തി എടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ എന്നോട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തിനെ കുറിച്ചിട്ടൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടേനി. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു ഇത് പരിചയപ്പെടുത്തി തന്നല്ലോ. ഞാൻ 3 മാസമായിട്ടോ ഈ കിച്ചൺ ടവൽ ഉപയോഗിക്കണത്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടേനി, മീഷോയിൽ വില കുറവാണല്ലോ, ആ ഒരു ഇതിൽ ചോദിച്ചപ്പോൾ 99 രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ല ഉഷാറായിട്ട് തിരുമ്പലുണ്ട്. പക്ഷേ ഇതുവരെ ഇത് ഇങ്ങനെ കേടുവരൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറ ഇക്കണമെന്നല്ലാതെ ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കീറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ നൂല് പോലുള്ളത് ഇങ്ങനെ പറഞ്ഞു പോരുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് മീഷോന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ ആളിനോട് പറയുന്നത് വീഡിയോയിലൊന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ 3 മാസത്തിലധികമായി ഇത് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഈ ഒരു ടവൽ തന്നെയാണ് എല്ലായിടത്തും തുടക്കാനും ഉണ്ടാക്കാനും
ഒക്കെ ഞാൻ എടുക്കൽ കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ചു വാരണം എന്നൊക്കെ വിചാരിച്ചതാണ്. 2-3 ദിവസമായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ വിചാരിച്ചതോട് കൂടി പോയി കാര്യം. ഇന്നിപ്പോൾ രാവിലെ തന്നെ മഴയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഞാനിങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും ഞാനതിങ്ങോട്ട് നടത്തിയിരിക്കൂടോ. ഈ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനോടൊരു ക്ലീനിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ട് കേട്ടോ. എനിക്ക് കുക്കിംഗ് ആണോ ക്ലീനിങ് ആണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്ലീനിങ് ആണെന്ന്. കുടയല്ല കേട്ടോ നടന്നു പോണേ, അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. അപ്പം ഞങ്ങൾ മുറ്റം അടിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇന്നിപ്പോൾ ഞാനിവിടെ ഈ ഒരു കല്ലൊക്കെ എടുത്ത് മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ വിചാരിച്ചാൽ അത് നടപ്പിലാക്കണമല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു രീതി. അപ്പം അതുകൊണ്ട് തന്നെ വാഴൻ്റെ മറവിൽ എന്താ പറയുക, വാഴൻ്റെ ചോട്ടിൽ ക്യാമറയും ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണ എൻ്റെ എന്താ പറയുക സഹനം ആരും കാണാതെ പോകരുത്. അപ്പോൾ ആ സഹനത്തിനൊരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ നനയരുതല്ലോ, എനിക്കാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് തീർക്കും വേണം. അപ്പം ഇതിപ്പോൾ എന്താ ഒരു PSCക്ക് പ്രിപ്പയർ ചെയ്യണ പോലെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്കങ്ങനെയാണ് കേട്ടോ, ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യണം അങ്ങനെ. അപ്പം അവിടെ കുറച്ച് കല്ലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് ഒതുക്കി വെക്കാൻ വിചാരിച്ചതേനി കേട്ടോ. കുഞ്ഞുട്ടിനോട് ഞാൻ കുറച്ച് ദിവസമായി ഇത് പറയണു. പക്ഷെ മൂപ്പരോടൊരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പഞ്ചായത്തേക്ക് എന്തെങ്കിലുമൊക്കെ സാധനത്തിന് അപേക്ഷ കൊടുക്കണ മാതിരിയാണ്. ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കണം, എന്നിട്ട് പിന്നെ ക്ഷമ വേണം, കാത്തിരിക്കണം. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ആക്കം പോലെ ആൾ ചെയ്തു തരും. കുറച്ച് സമയം പിടിച്ചെന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിലോ വിചാരിച്ചാൽ അതപ്പം അങ്ങനെ നടപ്പിലാക്കണം, ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും 2 വിധത്തിലാണ് കേട്ടോ സ്വഭാവം. അത് വിചാരിച്ച് ഞങ്ങളെപ്പോഴും നല്ല ചക്കരയടി മാതിരൊന്നല്ല കേട്ടോ. ഞങ്ങൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടക്ക് അതിന് അടിമക്കണൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അങ്ങനെ നീയക്കുട്ടി മദ്രസൊക്കെ വിട്ട് വന്ന് ഇന്നിപ്പോൾ ഓണപരിപാടി ആയതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോവാം. അതുകൊണ്ട് ഓള് ഇഷ്ടമുള്ള കളർ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട്, പിന്നെ ഓണസദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഓണസദ്യക്കുള്ള പ്ലേറ്റും ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അജുക്കുട്ടന് ഇന്നിപ്പോൾ ഓണസദ്യയൊക്കെ ആയതുകൊണ്ട് അജുവിന് പോകാൻ വലിയ മൂടില്ല. അപ്പോൾ പിന്നെ ഓൻ പോണില്ല. നീയക്കുട്ടി ഒറ്റക്കല്ല കേട്ടോ, ബസ് കയറാൻ ഇവിടെ അടുത്തുനിന്ന് വേറെയും കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ സെനിക്കൂട്ടൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കണ വെച്ചെങ്കിൽ ഓൻ എടുക്കാന്ന് പറഞ്ഞിട്ടില്ല ഇളക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ തല്ലുകൂടല്. എടാ മേലേക്ക് നോക്കി നിന്ന് കണ്ണേക്ക് പൊടി കാണൂലേ. അങ്ങനെ ആ ഇളക്കം ഒരു വിധത്തിൽ മാറ്റി ഇവിടെ ഇങ്ങനെ മാറാലൊക്കെ തട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെന്നൊന്ന് വർത്താനം പറഞ്ഞേ. അപ്പോഴും ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഓന് എടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് ക്യാമറ കൊടുക്കായിട്ടാണ് കേട്ടോ ഈ ഇളക്കം. വെറുതെ ഇരിക്കണോടത്ത് വരച്ചേക്കാന്ന് പറയുന്ന മാതിരി ഒരു ഏതുണ്ടാക്കാൻ ചെന്നതാ. ട്രൈപോഡുമ്മലാകുമ്പോഴേ ആൾക്ക് പിന്നെ അറിയാം ട്രൈപോഡ് എന്തായാലും ആ പണി എടുത്തോളും എന്നുള്ളത്. ഞാൻ കയ്യിൽ പിടിച്ചെടുക്കുമ്പോഴാണ് ഓൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിളക്കം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പം ഈ ഒരു പെയിന്റ് ബക്കറ്റുമ്പോൾ പണിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഞാൻ കുടിരിക്കൽ കഴിഞ്ഞുടനെ ഇതൊന്ന് ഒഴിച്ചണം, ഇതിൽ അരിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാനേ. അപ്പം അങ്ങനെയൊക്കെ ഇട്ടേക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറച്ച് പെയിന്റ് ഉള്ളതിന് കേട്ടോ. അപ്പം ഇത് എനിക്ക് അടപ്പ് തുറക്കാൻ കിട്ടണുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ പിന്നെ ഇളച്ചന് വരുമ്പോൾ തുറക്കും, പെയിന്റ് പണിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ തുറക്കാനുള്ള ഓല ടെക്നിക്കൊക്കെ ഓൽക്ക് അറിയാലോ. അപ്പോൾ ഓൻ വരുമ്പോഴൊക്കെ പറയാൻ മറക്കും കേട്ടോ. അങ്ങനെ ആയിട്ട് കുറേ ദിവസം അതവിടെ മൂലൊക്കെ കിടക്കുന്നു. പിന്നെ ഒരു ദിവസം ഓൻ വന്നിട്ട് ഇപ്പോൾ തുറന്നിട്ടും 1 മാസത്തിൻ്റെ അടുത്തായിരിക്കണം കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ വിചാരിച്ചിങ്ങോട്ട് അതിന് നടപ്പിലാകാൻ നേരത്തെ കുഞ്ഞുട്ടിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ് ചില കാര്യങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഞാൻ ഇന്നിപ്പോൾ അതൊന്ന് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ വേറെ കുപ്പിക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. വേറൊരു കുപ്പിക്ക് ഒഴിച്ച് വെച്ചാൽ മതി പെയിന്റ് എന്ന് ഓൻ പറഞ്ഞിട്ടുണ്ടേനി. അപ്പം ഇങ്ങനെ വേറെ കുപ്പിക്കൊക്കെ മാറ്റി ഒഴിച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഈ ബക്കറ്റിൻ്റെ കടിയിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പം അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ അത് ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ ചളിയും പൊടിയും ഇതൊക്കെ ആയോടത്തേ. അപ്പം അത് അജു ഏറ്റെടുത്തുക്കണം കേട്ടോ. അത് അടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെനിക്കുട്ടന് ഫുഡും കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ പണിക്കാരവിടെ പണിയെടുക്കട്ടെ, ഞമ്മക്ക് ഇവിടുത്തെ പണിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചോറൊക്കെ വെച്ചു. ഇന്നലത്തെ
കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ക്ലീനിങ് മാത്രം ആയിട്ട് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കമൻസ് ഓരോരുത്തരിങ്ങനെ ക്ലീനിങ് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയാകുമ്പോഴേ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മഴ. ക്ലീനിങ് ചെയ്യും, ഡെയിലി ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ പോകും കേട്ടോ. പക്ഷേ നമ്മൾ എക്സ്ട്രാ അവിടെ ഇവിടെയൊക്കെ തോണ്ടി തേമ്പിയൊരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഭയങ്കര ഒരു മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കുക്കിംഗ് ആണോ കാണാൻ ഇഷ്ടം, ക്ലീനിങ് ആണോ കാണാൻ ഇഷ്ടം, അതോ രണ്ടും കാണാൻ ഇഷ്ടമാണ്, എന്തിട്ടാലും കാണും, അതുപോലെ കാണാൻ ഇഷ്ടമില്ലാന്നൊന്നും ആരും കമൻറ്റ് ഇടരുത് കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം ഒന്നൊന്ന് കമൻറ്റ് ചെയ്തണേ. ഒന്നുമില്ല, വെറുതെ അറിയാനൊരാഗ്രഹത്തിന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി തെച്ചു. അതിൻ്റെ ഇടയ്ക്ക് സെനിമോന് വന്നൊരു പാത്രം വാങ്ങിപ്പോയത് എന്താണോ, മീൻ വാങ്ങാൻ. ഇന്നിപ്പോൾ മീൻ വാങ്ങണ്ട, മീൻ ഇവിടെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കണുണ്ടായിരുന്നില്ല. മീൻകാരൻ്റെ ഒച്ച കേട്ട അപ്പം ഞങ്ങൾക്ക് പാത്രം എടുത്ത് പോകണം. അങ്ങനെ ആള് പാത്രം എടുത്ത് പോയിക്കണ്. അപ്പം എൻ്റെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി പെയിന്റ് പണിക്കാരെ പണി എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അജു എനിക്ക് നിങ്ങളെ അസിസ്റ്റൻറ്റിന് എനിക്ക് സെറ്റ് ആവില്ല കേട്ടോ, നിങ്ങൾ തന്നെ എടുത്തോളി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതിനെ. അപ്പം അജുവിനെ ഇങ്ങനെ ഇവിടെ ഇട്ടുകാണ്ട് ഇങ്ങനെ കൊട്ടിയും കൊയ്യും പറയിപ്പിച്ചേനെ. മീൻ പാത്രമായിട്ട് കുറേ സമയമായി ഇവിടെ നിൽക്കണം കേട്ടോ. അതിൽ മീൻകാരൻ വന്നപ്പോൾ പാത്രമായിട്ട് ഇതാക്കണപ്പോൾ നിർത്തിയിട്ടോ, നിൽക്കുന്നത് കണ്ടപ്പോൾ ആളിവിടെ നിർത്തി. അപ്പോൾ പിന്നെ അജു മീൻ വേണ്ട ഇന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജു വാങ്ങാതെ മീൻകാരനെ പറഞ്ഞയച്ചില്ലേ. അപ്പം അതിൻ്റെ ഇതിൽ ഇരിക്കണം കേട്ടോ, പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഇരിക്കാണ്. അജു എന്തായാലും ഇന്ന് അതിന് മെനക്കെട്ട് കൂടിക്കണം കേട്ടോ. അപ്പം പിന്നെ എനിക്ക് അതിന് കൂടി കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞുട്ടിയും വന്നു. അപ്പോൾ പിന്നെ ഞാളെ വക കൈ വെച്ചില്ല എന്ന് പറയരുതല്ലോ. അപ്പോൾ പിന്നെ ആളും കുറച്ചൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടേന് കേട്ടോ. ഇന്നാണെങ്കിൽ മഴയോട് മഴയേനെ, രാവിലെ തൊട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് എല്ലാ സ്കൂളിലും അധികം സ്കൂളിലൊക്കെ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇന്ന് മഴയാണ്. മഴ തകർത്ത് തിമിർത്ത് പെയ്യണോണ്ട് തന്നെ ഞാൻ ബക്കറ്റ് കഴുകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പെയിന്റിങ് അടിച്ചലൊക്കെ കഴിഞ്ഞ് പണിക്കാരന്നെ അവിടെ മഴ ഇങ്ങനെ പെയ്യണ ആ ഒരു ഭാഗത്ത് വെച്ചിക്കണം കേട്ടോ. പിന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് നിറഞ്ഞ് സൈഡിൽ കൂടെ പറ്റി പിടിച്ച പെയിന്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പൊതിർന്നോട്ടെ. ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ, നാളെ കഴുകാന്ന് വിചാരിച്ചു. മഴയായാലേ എനിക്ക് ഭയങ്കര മടി വരും കേട്ടോ. വേഗം വെയിലാവുമ്പോൾ എല്ലാത്തിനും ഭയങ്കര ഉഷാറായിക്കാരം. പക്ഷെ മഴയാകുമ്പോൾ എന്താണാവോ പണിയെടുക്കാനൊക്കെ ഒരു ചടപ്പാണ്. എന്നാൽ പിന്നെ എടുക്കും ചെയ്യും. അങ്ങനെ അലക്കലൊന്നും രാവിലെ കഴിഞ്ഞിട്ടില്ല ഇനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ഒരു തക്കുണ്ടായപ്പോൾ കുറച്ച് നനഞ്ഞിട്ടാണെങ്കിലും വേഗം അലക്കലൊക്കെ കഴിച്ചു കേട്ടോ. അലക്കിയാണ്ട് പിന്നെ അയലകത്ത് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടൊന്ന് വെള്ളം വലിയിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ പെരുമഴയാണെങ്കിൽ ഒന്നും ഉണങ്ങൂല കേട്ടോ. അയലുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞത് ഇനി കേട്ടോ. കുറച്ച് ദിവസം വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങോട്ട് വരാണ്ട് തോരണം. 2 ദിവസം നിന്ന് മഴ ചെയ്താൽ ഇവിടെയൊക്കെ ഞാകെ ഫുൾ വസ്ത്രാലങ്കാരം ആവും കേട്ടോ. എൻ്റെ 2 മക്കൾ ഇവിടെ ആകെ പണിയൊക്കിയിരിക്കണം കേട്ടോ. നീക്കുട്ടി വന്നിട്ടില്ല, ഓൾ ഉച്ചയായിട്ടേ വരുള്ളൂ കേട്ടോ. സദ്യയും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ കുറേ ബുക്കുകളും, ഇതൊക്കെ പഴയ ബുക്കുകളാണ് കേട്ടോ. ഇതൊക്കെ എഴുതാനും വായിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചാനും ഒക്കെ എടുക്കുന്ന ബുക്കുകളാണ്. അങ്ങനെ ഒരുപാട് ഇവിടെ വലിച്ചിട്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൂടി എടുക്കട്ടെ. ഞാനെപ്പോഴും വീഡിയോയിൽ പറയലില്ലേ, ഒരുപാട് അലമ്പായ സ്ഥലം ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഇപ്പം വല്ലാത്തൊരു സന്തോഷമാണ് എന്നുള്ളത്. അതൊരു തരം സൈക്കോ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. എനിക്ക് എന്താണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുക. വെച്ചതൊക്കെ അതേമാതിരി നിൽക്കണമെന്നൊന്നും എന്താ പറയുക, വാശി പിടിക്കാനൊന്നും പറ്റില്ല. കാരണം 3 മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും എന്തായാലും നടക്കില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ നല്ല രീതിയിലാക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോയോട് വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.